വയ്യമ്മ, വയറ് എടുത്തിട്ട് വയ്യമ്മ, മേലും കയ്യൊക്കെ വേദന എടുക്കണമ്മ. ഇതമ്മ കൊറേ കൊല്ലായില്ലേ സങ്കടം പറഞ്ഞു, ഇതമ്മ കരയല്ലമ്മ. കാരണം മാമാർക്ക് സഹായിച്ചിട്ട് ഇഞ്ചക്ഷനുള്ള പൈസ കിട്ടിയാൽ എന്റെ മോൾക്ക് ഇഞ്ചക്ഷൻ എടുത്തവേ ഞാൻ മാറിക്കോളൂട്ടാ. എന്റെ മോള് ഞാൻ മാറിക്കോളൂട്ട, അത് കാണാനൊക്കെ സഹായിക്കൂട്ടാ. എന്റെ മോള് കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് എന്നും എന്റെ മടിയെ തല വെച്ചിട്ട് നേരെ മണിക്കോളിരിക്കാം. എന്റെ മോളെ അസുഖം മാറാൻ വേണ്ടിട്ട് നിങ്ങളെല്ലാരും ഇഞ്ചക്ഷൻ എടുക്കാനുള്ള പൈസ ഒന്ന് സഹായിക്കണം. എന്റെ മോളെ നല്ല പോലെ നീച്ച് നടക്കണേ കണ്ടാൽ മതി. എനിക്ക് മോൾക്ക് 23 ദിവസമായി ബ്ലീഡിങ് തുടങ്ങിയ കാരണം ഇപ്പൊ നീച്ച് നടക്കാൻ പോലും വയ്യ. മാറിക്കോളൂട്ടാ. ഇത് കാണുന്ന മാമാർക്ക് സഹായിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് എന്റെ മോളെ വയറുവേദന മാറുക. എന്റെ മോൾക്ക് 6 കൊല്ലമായിട്ട് ബ്ലഡിന് ക്യാൻസറാണ്. മാറി ഡോക്ടർമാര് പറഞ്ഞത് എന്റെ മോൾക്ക് വരുന്നുണ്ട്. ഇപ്പൊ ബ്ലീഡിങ് 2 മാസമായിട്ട്. ഇപ്പൊ ഈ മാസം 25 ദിവസം എന്റെ മോൾക്ക് ബ്ലീഡിങ് നിക്കണില്ല. നിങ്ങളെല്ലാരും സഹായിച്ചെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇഞ്ചക്ഷൻ എടുത്താൽ എന്റെ മോളെ ബ്ലീഡിങ് നിൽക്കുള്ളൂ. എന്നാൽ എന്റെ മോളെ തിരിച്ചു കിട്ടുള്ളൂ. നിങ്ങളെല്ലാരും സഹായിച്ചിട്ട് എന്റെ മോളൊക്കെ തിരിച്ചു തരണം. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എന്റെ മോളെ കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഇറങ്ങിയിട്ട് എല്ലാവരും സഹായിക്കണം. എന്നും ഈ മടി തല വെച്ചിട്ടിരുന്നിട്ട് നേരെ വളക്കുക. അതുപോലെ എന്റെ മോളോറങ്ങും. എന്റെ മോൾക്ക് തീരെ വയ്യ. നിങ്ങളെല്ലാവരും സഹായിക്കണം. നമസ്കാരം, ഞാൻ സാജു കച്ചേരിയാണ്. ഞാനിപ്പോ തൃശ്ശൂർ ജില്ലയിലെ പുന്നൂർക്കുളം പഞ്ചായത്തിലെ പനന്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2ാം വാർഡിലെ റിഷ ഫാത്തിമ എന്ന് പറഞ്ഞ ഈ മോൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഈ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ 2 വർഷം മുന്നേ വീഡിയോ ചെയ്തിരുന്നു. മോൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. തിരുവനന്തപുരം RCCയിലാണ് കാണിച്ചേക്കുന്നത്. ഏകദേശം 6 വർഷത്തിന് മേലെ ഈ മോൾക്ക് ക്യാൻസറുടെ അസുഖം വന്നിട്ട് നമ്മള് മുന്നേ വീഡിയോ ചെയ്തിട്ട് ഏകദേശം 35ഓളം ഇഞ്ചക്ഷൻ മോൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ കുറെ കാലങ്ങളായിട്ട് മോൾക്ക് പ്രത്യേകിച്ച് അസുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളത് മാറിപ്പോയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം മോൾക്ക് കടുത്ത വയറുവേദനയും ബ്ലഡും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും RCCയിൽ പോയി കാണിച്ചപ്പോഴാണ് പറയുന്നത് ഇഞ്ചക്ഷൻ വീണ്ടും തുടങ്ങണമെന്ന്. ഒരു ഇഞ്ചക്ഷന് 1,10,000 രൂപയോളം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഇഞ്ചക്ഷൻ ചെയ്യണമെങ്കിൽ ഇവർക്ക് യാതൊരു മാർഗ്ഗമില്ല. കാരണം ഇവരുടെ വീടാണെങ്കിൽ ലോണിലാണ്. ലോൺ അതുപോലും ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റാതെ 1 രൂപ പോലും കൂട്ടിയെടുക്കാൻ യാതൊരു മാർഗ്ഗമില്ല. ഈ മോൾക്കാണെങ്കിൽ കഴിഞ്ഞ മാസം 23-ാം തീയതി അടിക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ ഇതുവരെ അടിച്ചിട്ടില്ല, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ. ഒരു മാസം വൈകും തോറും മോളുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാ നല്ലവരായ മനുഷ്യ സ്നേഹികളും ഈ മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു തുക ഇവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണമെന്നും, അതുപോലെ നിങ്ങൾക്ക് തുക കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന പോലെ നിങ്ങളുടെ വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ മോളുടെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തിച്ച് ഇവർക്ക് വേണ്ട ഫണ്ട് കണ്ടെത്താൻ സഹായിക്കണമെന്ന് വിനീതമായിട്ട് ഞങ്ങൾ മുന്നിൽ അഭ്യർത്ഥിക്കണം.